ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു വെണ്ടക്ക കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ചിട്ടുണ്ടാക്കുന്ന വെണ്ടക്ക കറിയാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ വെണ്ടക്ക കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 9 വെണ്ടക്കായാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഞാനൊരു കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ച് കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വെണ്ടക്ക ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് വട്ടത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം അരക്കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ തേങ്ങയിൽ വേറൊന്നും ചേർക്കണ്ട. അല്പം വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഇത് ഞാൻ 10 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ഉള്ളി കയ്യിലില്ലെങ്കിൽ ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തെടുത്താലും മതി. സവാളയാണെങ്കിൽ ചതക്കേണ്ട ആവശ്യമില്ല, ഒന്ന് കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അല്പം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വെണ്ടക്ക നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരു 5-6 മിനിറ്റ് സമയം വരെ ഇതുപോലെ വഴറ്റിയെടുക്കുക. വെണ്ടക്ക നല്ലോണം ഒന്ന് വാടി വരണം. വെണ്ടക്ക ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരു 5-6 മിനിറ്റ് സമയം കൊണ്ട് തന്നെ വെണ്ടക്ക ഇതുപോലെ വാടിക്കിട്ടും. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഈ പാനിലേക്ക് നമുക്ക് വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പച്ചമുളകും ചെറിയുള്ളിയും ഒരുമിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയുള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് 2 പൊടികളും കൂടി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം. പൊടികൾ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് പുളിവെള്ളമാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഈ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളമാണിത്. 1/2 കപ്പ് വെള്ളമുണ്ട്. അപ്പോൾ ഈ 1/2 കപ്പ് പുളിവെള്ളം കറിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെയും ഈ കറിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കറി വീണ്ടും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ച വെണ്ടക്ക ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെണ്ടക്ക ചേർത്തിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെണ്ടക്കയും കറിയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചാൽ മതി. 3-4 മിനിറ്റിന് ശേഷം നമുക്ക് ഈ കറി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വെണ്ടക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെണ്ടക്കയും കറിയും ഒക്കെ കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് കാച്ചി ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണിലധികം കടുക് ചേർത്ത് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് നമുക്കിതിലേക്ക് ചേർക്കും തോറും നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂടുതൽ കടുക് ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം വെളുത്തുള്ളി ചതച്ചതും ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി വെണ്ടക്ക കറി വളരെ എളുപ്പത്തിൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഞാൻ ഈ കറി അടുപ്പത്തുനിന്ന് മാറ്റുകയാണ്. ഇതിവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക.
ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്